السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. بسم الله الحمد لله. 34-35 ആയത്തുകളാണ് ഇവിടെ ഓതി കേൾപ്പിച്ചത്. ഇവിടെ ഇതുവരെ അല്ലാഹു തആല പറഞ്ഞു വെച്ചത് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ച ആളുകൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ച പ്രകൃതിയെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്ത് അല്ലാഹുവിന്റെ അസ്തിത്വത്തെ നിരാകരിച്ച ആളുകൾക്ക് മറുപടി പറയുകയാണ് അല്ലാഹു തആല കഴിഞ്ഞ ആയത്തുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നീട് 34-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളുടെ മനസ്സിലുള്ള ഒരു ദുരാഗ്രഹത്തെ, അതിനെ നിരാകരിക്കുകയും അതിൽ അവർ ചിന്തിക്കാത്തതിനെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വചനമാണ്. അതിനെ തുടർന്ന് തന്നെ അല്ലാഹു തആല മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. 34-ാമത്തെ ആയത്ത്, അതിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, വമാ ജഅൽന ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. അത് നേർക്കുനേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണ്. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല, ലിബശരിൻ, ബശർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അപ്പൊ ലിബശരിൻ, ഒരു മനുഷ്യനും നാം നിശ്ചയിച്ചിട്ടില്ല, മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്. മിൻ ഖബ്ലിക, ഖബ്ൽ എന്ന് പറഞ്ഞാൽ മുൻപ്, ഖബ്ലിക എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മുമ്പ്. എന്ത് നിശ്ചയിച്ചിട്ടില്ല? അൽ ഖുൽദ്, നിത്യജീവിതം. നിത്യജീവിതം ഒരാൾക്കും താങ്കൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടില്ല. അഫ ഇമ്മിത്ത, അപ്പോൾ താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ ആണോ, ഫഹും, അവർ, അൽ ഖാലിദൂൻ, ശാശ്വതന്മാർ ആയിരിക്കുന്നു. ഇവിടെ എന്താണ് അല്ലാഹു തആല പറയുന്നത്? മുശ്രിക്കുകളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നത് വരെ മാത്രമാണല്ലോ ഈ ഒരു പ്രയാസമുള്ളത്. ഈ നാട്ടിൽ ഈ നിലക്കുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ചിത്രതകളുമൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ മാത്രമാണല്ലോ എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അപ്പൊ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. അതിനെ തുടർന്ന് അല്ലാഹു തആല പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാവും, ദാഇഖത്തുൽ മൗത്ത്, ദാഇഖത്തുൻ, ആസ്വദിക്കുന്നതാണ്, അൽ മൗത്ത്, മരണം. വനബ്ലൂക്കും, നാം പരീക്ഷിക്കുകയും ചെയ്യും,
ബിശ്ശർരി വൽ ഖൈർ, തിന്മ കൊണ്ടും, ഷർർ എന്ന് പറഞ്ഞാൽ തിന്മ, തിന്മ കൊണ്ടും, വൽ ഖൈർ നന്മ കൊണ്ടും, ഫിത്നതൻ ഒരു പരീക്ഷണം. വനബ്ലൂക്കും ബിൽ ഖൈരി ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നന്മ തിന്മകൾ ജീവിതത്തിൽ കടന്നു വരും എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. വ ഇലൈന, നമ്മുടെ അടുക്കലേക്കാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇവിടെ അല്ലാഹു തആല മരണത്തെ ഓർമ്മിപ്പിച്ചു, പ്രവാചകന്റെ മരണത്തെ അവർ കൊതിച്ചു. അപ്പൊ അവരോട് സൂചിപ്പിച്ചു, നിങ്ങളും മരിക്കേണ്ടവർ തന്നെയാണ്. പ്രവാചകൻ മരിക്കുമെങ്കിൽ നിങ്ങൾ ശാശ്വതരായിരിക്കുകയില്ല, നിങ്ങളും മരണപ്പെടും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമസത്യം എല്ലാ സൃഷ്ടിജാലങ്ങൾക്കുമേൽ സംഭവിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും മരിക്കും, കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാക്കളും മരിക്കുക തന്നെ ചെയ്യും. അപ്പൊ ജീവിക്കുമോ മരിക്കുമോ എന്നുള്ളതല്ല വിഷയം. ജീവനുള്ള ഈ ജീവിത കാലഘട്ടത്തിൽ ലഭിക്കുന്ന പരീക്ഷണങ്ങളെ മനുഷ്യൻ എങ്ങനെ മുഖവിലക്കെടുക്കുന്നു? അല്ലാഹു തആല ഈ ലോകത്തെ കാണുന്നത് പരീക്ഷണങ്ങളുടെ ലോകമായിക്കൊണ്ടാണ്. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ലോകത്ത് ജീവിപ്പിക്കുന്നത്. അപ്പൊ ഈ പരീക്ഷണങ്ങളിൽ മനുഷ്യൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നതാണ് ഏറ്റവും അതിപ്രധാന വിഷയം, മരിക്കുമോ എന്നുള്ളതല്ല. പിന്നീട് അല്ലാഹു പറയുന്നു, വഇലൈനാ തുർജഊൻ, എങ്ങനെ മനുഷ്യൻ ജീവിച്ചാലും അല്ലാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇതാണ് പ്രഥമം ദൃഷ്ടിയാൽ ഈ ആയത്തിന്റെ ആശയം. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കൂ, വമാ ജഅൽന, അവിടെ മാ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഫിയാണ്. വമാ ജഅൽന, നാം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ള അർത്ഥമാണ് അവിടെ മാ എന്ന അക്ഷരത്തിനുള്ളത്. മാക്ക് പല രൂപത്തിലുള്ള അർത്ഥം വരും. മാ ഇസ്തിഫ്ഹാമിയ വരും, അതുപോലെ സിലയായിക്കൊണ്ടും മൗസൂലയായിക്കൊണ്ടും പ്രയോഗിക്കുമ്പോൾ അവിടെയും മാ കടന്നു വരും. ഇവിടെ അല്ലാഹു തആല വെച്ചിട്ടുള്ളത് നഫീന്റെ അർത്ഥത്തിൽ, അഥവാ നിഷേധത്തിന്റെ രൂപത്തിലാണ്. വമാ ജഅൽന, നാം നിശ്ചയിച്ചിട്ടില്ല, ലിബശരിൻ, ഒരു മനുഷ്യനും എന്നാണ്. അവിടെ അലിഫ്ലാം പോലും പ്രയോഗിക്കാതെ അല്ലാഹു തആല പറഞ്ഞു കഴിഞ്ഞാൽ ബശർ, ബശറായിക്കൊണ്ട് മനുഷ്യരായിക്കൊണ്ട് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും എന്നുള്ള അർത്ഥത്തിലാണത്. ലിബശരിൻ, ഒരു മനുഷ്യനും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം നിശ്ചയിച്ചിട്ടില്ല. അൽ ഖുൽദ്, അഥവാ നിത്യജീവിതം ഒരാൾക്കും നാം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്, അഫ ഇമ്മിത്ത, താങ്കൾ മരിച്ചു എന്ന് തന്നെ വെക്കട്ടെ, താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ ഫഹുമുൽ ഖാലിദൂൻ, അവർ എന്നെന്നും ബാക്കിയായി ശാശ്വതന്മാരായി ഉണ്ടാകും എന്നാണോ അവർ കരുതുന്നത് എന്നല്ലാഹു ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഒരു മനുഷ്യനോടൊരു ശത്രുത, ഒരു ഈർഷ്യത, ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം നിലനിൽപ്പിനേക്കാളും ആ തനിക്കെതിരെ നിൽക്കുന്ന എതിർ കക്ഷിയുടെ നാശത്തെയാണ് പിന്നെ മനുഷ്യൻ ആശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശത്രുത വന്നു കഴിഞ്ഞാൽ, ഈർഷ്യത വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. മറ്റൊരാളുടെ സ്വന്തം നിലനിൽപ്പിനേക്കാളും മറ്റൊരാൾ നശിച്ചു കാണാനും മറ്റൊരാൾ മോശമായി കാണാനുമാണ് ഒരാൾ ആഗ്രഹിക്കുക. ഇവിടെ ശത്രുക്കൾ ആഗ്രഹിച്ചതും അതുപോലെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയെങ്കിലും മരണപ്പെട്ട് കിട്ടണം എന്നതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ചരിത്രത്തിൽ എമ്പാടും ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരസ്യമായി മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലക്ക് വില പറഞ്ഞാൽ അവർ അതിനുവേണ്ടി ഒത്തുകൂടുകയും ആ ഒട്ടകക്കൂട്ടങ്ങളെ ഒന്നാകെ എല്ലാവരും ഒരുക്കൂട്ടി പ്രവാചകന്റെ തലക്ക് വില പറഞ്ഞ് ആരാണോ കൊണ്ടുവരുന്നത് അയാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രഖ്യാപനം ഉണ്ടാകുന്ന ഒരവസ്ഥ വിശേഷം പോലും ഉണ്ടായി. ആ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന സ്ഥിരീകരിക്കുന്ന രൂപത്തിൽ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് പ്രതാപം നൽകണേ അല്ലാഹ് എന്ന റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന സഫലമാകുന്ന രൂപത്തിൽ അംർ ഇബ്നു ഹിഷാമാണ് ഒന്നാമത്തെ ഉമർ. അംർ ഇബ്നു ഹിഷാം എന്ന് പറഞ്ഞാൽ അബൂജഹൽ. രണ്ടാമത്തേത് ഉമർ ബിൻ ഖത്താബാണ്. ഈ രണ്ടാൽ ഒരാളെ കൊണ്ട്
ഇസ്ലാം ദീനിന് പ്രതാപം നൽകണം, മുസ്ലിങ്ങൾക്ക് ശക്തി പകരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന വന്നു പതിച്ചത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഏതായിരുന്നാലും ആ മക്കയുടെ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകനെ കൊല്ലുവാൻ വേണ്ടി, അതുപോലെ പ്രവാചകനെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്നത് മക്കക്കാരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ എന്നിങ്ങനെ സമാധാനിക്കുകയാണ്, എന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു എന്ന് തന്നെ വെച്ചാലും നിങ്ങൾ എന്നെന്നും ബാക്കിയാകുമോ എന്ന ചോദ്യമാണ് അല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നത്. റസൂൽ മരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എന്നെന്നും ജീവിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം. وقد استدل بهذه الآية الكريمة من ذهب من العلماء أن الخضر عليه السلام مات وليس بحي. ഈ ആയത്ത് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിരിക്കുന്നു. എന്തിനുള്ള തെളിവ്? ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. വലൈസ ബിഹയ്യിൻ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. ലിഅന്നഹു ബശറുൻ സവാഉൻ കാന വലിയൻ ഔ നബിയൻ ഔ റസൂലൻ, അദ്ദേഹം ഇനി റസൂലായിരുന്നാലും അതല്ല ഒരു നബിയായിരുന്നാലും അതുമല്ല ഇനി ഒരു വലിയായിരുന്നാലും ശരി, അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് വമാ ജഅൽന, നാം നിശ്ചയിച്ചിട്ടില്ല, ലി ബശരിൻ, ഒരു മനുഷ്യനും. ഈ ഒരു എന്ന അർത്ഥം വന്നത് ബഷറിന്റെ കൂടെ അലിഫ്ലാം ഒഴിഞ്ഞു പോയതുകൊണ്ടാണ്. ലി ബശരിൻ, ഒരു മനുഷ്യനും. മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്. അൽ ഖുൽദ്, നിത്യജീവൻ അല്ലെങ്കിൽ ശാശ്വതത്വം ഒരു മനുഷ്യനും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ആയത്ത് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച? എല്ലാ മനുഷ്യരെയും പോലെ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പിന്നെ മരണപ്പെട്ടു എന്നുള്ളതിന് പ്രത്യേകം ആയത്ത് പറയേണ്ടതില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്? സൂഫിയാക്കൾക്കിടയിൽ ഒരു പിഴച്ച ചിന്താധാരയുണ്ട്. അവർ വിശ്വസിക്കുന്നത് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്നു. അതുപോലെ ഔലിയാക്കളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു, അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവർക്ക് ആശയങ്ങൾ കൈമാറ്റം നടത്തുന്നു. ഈ രൂപത്തിലുള്ള ഒരു പിഴച്ച വിശ്വാസം സൂഫികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ദുർബലമായ ചില റിപ്പോർട്ടുകൾ, പരമ്പരകളൊക്കെ തെളിവ് പിടിച്ച് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്, റസൂലാണ്. മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച ഒരു നബിയാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടത്. അതല്ല, അതുമല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയാണ്, അള്ളാഹുവിലേക്ക് അടുത്ത ഒരു നല്ല മനുഷ്യനാണ്, ഒരു സ്വാലിഹാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. കൂടുതൽ പ്രബലമായ അഭിപ്രായം അദ്ദേഹം ഒരു നബിയായിരുന്നു, റസൂലല്ല, ഒരു നബിയായിരുന്നു എന്നുള്ളതിലേക്ക്. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിലുണ്ടായ ആ സംഭവങ്ങളിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ നാട്ടുകാർ ചോദിച്ചു, ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തആലയ്ക്ക് മടക്കപ്പെടേണ്ട ചോദ്യത്തിന് നിരുപാധികം ഒരു പ്രവാചകൻ ഈ ലോകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ പ്രവാചകനാണ് അറിവുള്ളത് എന്നുള്ള തരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഞാനെന്ന് അവർക്ക് മറുപടി നൽകി. അവിടെ അദ്ദേഹം അള്ളാഹുവിലേക്ക് മടക്കപ്പെടാതെ ആ സൂക്ഷ്മത കുറവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഗുണപാഠം പഠിപ്പിക്കാനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് മജ്മഉൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ സന്ധിക്കുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ഒരു അടിയാനുണ്ട്, അവിടെ പോയി അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചു വരിക എന്ന് പറഞ്ഞ് അള്ളാഹു തആല പറഞ്ഞയക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. എന്നാൽ അദ്ദേഹത്തെ
സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിക്കുന്നത്. ആ വ്യക്തിയാണ് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ കഥകളും അത്ഭുത കഥകളും ഒക്കെ നമുക്കറിയാം. ആശ്ചര്യമുണ്ടാക്കുന്ന ചില പ്രവൃത്തികൾ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ക്ഷിപ്രകോപിയായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ക്ഷമിച്ചു നിൽക്കാൻ കഴിയാതെ അതെന്താണ്, എന്തിനാണ് അങ്ങനെ ചെയ്തത്, തെറ്റിനെതിരെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉടനടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ മൂസ നബി ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത് കാണാം. അവിടെ എന്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രവൃത്തിയല്ല എന്ന് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു. അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് ഞാൻ സ്വമേധയാൽ എടുത്ത തീരുമാനമല്ല. അതിനെയാണ് പണ്ഡിതന്മാർ അക്കമിട്ട് അദ്ദേഹം ഒരു നബിയാണെന്നതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തെളിവ് സ്വീകരിക്കുന്ന ഭാഗം. സ്വന്തം നിലക്ക് പ്രവർത്തിച്ചതല്ല എങ്കിൽ പിന്നീട് തീർച്ചയായും അള്ളാഹുവിന്റെ ബോധനം ലഭിക്കുന്ന വ്യക്തിയാകണം. ആ ബോധനം ലഭിക്കുന്ന വ്യക്തി സ്വാഭാവികമായും ഒരു നബിയായിരിക്കണം. ആ നിഗമനത്തിൽ നിന്നും ആ ഇസ്തിംബാത്തിൽ നിന്നുമാണ് അദ്ദേഹം നബിയാണെന്നതിലേക്കുള്ള തെളിവ് സ്വീകരിക്കപ്പെട്ടത്. ഏതായിരുന്നാലും ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സൂഫികൾക്കിടയിലുള്ള ഒരുപാട് വികല വിശ്വാസങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് പിന്നെ ത്വരീഖത്തിന്റെയും തസവ്വുഫിന്റെയും ഒക്കെ നമുക്ക് മറപിടിച്ചുകൊണ്ട് വലിയ കള്ളക്കഥകൾ, കറാമത്തുകൾ എന്ന സമൂഹത്തിൽ അവർ നടത്തുന്നത്. അവർ വിശ്വസിക്കുന്നത് മരണപ്പെടുന്നതോടുകൂടി അള്ളാഹു ചില അധികാരങ്ങളൊക്കെ വലിയകൾക്ക് നൽകും. ഒരു വലിയ അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിൽ സ്വയം ലയിക്കും. ഒരു ഉപ്പ് അലിഞ്ഞു ചേരുന്നത് പോലെ അള്ളാഹുവിന്റെ അംശമായി മാറും, അള്ളാഹുവിന്റെ ഭാഗമായി മാറും എന്നൊക്കെയുള്ള നിലയിലേക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചുള്ള പിഴച്ച വിശ്വാസങ്ങൾ സൂഫിയാക്കൾക്കിടയിലുണ്ട്. ഏതായിരുന്നാലും അതിന് തെളിവ് പിടിച്ചതാണ്, അതിനെ തുടർന്ന് അവർ പറഞ്ഞതാണ് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള നിലക്കൊക്കെ അവർ ഉദ്ധരണികൾ കൊണ്ടുവരാറുണ്ട്. അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മുഫസ്സിരീങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ അത് പ്രത്യേകം എടുത്തു പറയാൻ ഉള്ള കാരണം. ആധുനിക പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ഡിതന്മാർ മറ്റൊരു തെളിവ് കൂടി ഇതേ വിഷയത്തിൽ എടുത്തു നൽകുന്നത് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വല്ലലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്ത സ്വലാത്തിൽ ഇശ, ഒരു രാത്രിയിൽ പ്രവാചകൻ ഇശ നിസ്കരിച്ചു കഴിഞ്ഞതിനു ശേഷം വഹിയല്ലത്തി യദ്ഉ നാസുൽ അതമ, അതമ എന്നുകൂടി ഇശ നിസ്കാരത്തിന് പേരുണ്ട്, അതമ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശ നിസ്കാരം കഴിഞ്ഞ് സഹാബിമാർക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, സുമ്മൻ സറഫ ഫഅഖ്ബല അലൈന, പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ഞങ്ങളെ അഭിമുഖീകരിച്ചു. ഫഖാൽ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഅയ്തും ലൈലതുകും ഹാദിഹി, നിങ്ങൾ ഈ രാത്രിയെ കണ്ടില്ലേ, ഈ രാത്രിയെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പിന്നീട് പറഞ്ഞു, ഫഇന്ന റഅസ മിഅതി സനതിൻ മിൻഹാ ലാ യബ്ഖാ മിമ്മൻ ഹുവ അലാ ളഹ്രിൽ അർളി അഹദുൻ, ഈ രാത്രിയിൽ ഈ ഭൂമിക്ക് പുറത്തുള്ള വ്യക്തികളും മനുഷ്യരുമെല്ലാം അടുത്ത 100 വർഷത്തോടുകൂടി, അത് എത്ര പ്രായത്തിൽ കവിഞ്ഞവനും കുറഞ്ഞവനുമായിരുന്നാലും ശരി, അടുത്ത 100 വർഷത്തോടുകൂടി ഒരു മനുഷ്യനും ഈ ഭൂമി ലോകത്ത് ഇന്ന് ജീവിക്കുന്നവരിൽ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു. ഈ ഹദീസിന്റെ ഈ ഭാഗത്തെ എടുത്തുവെച്ച് പണ്ഡിതന്മാർ അടുത്തൊരു തെളിവ് കൂടി, ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അതിമഹത്വമുണ്ടാകുന്ന ഒരു വലിയാണെന്നും അല്ലെങ്കിൽ ഒരു പ്രവാചകനാണെന്നും അത്ഭുത സിദ്ധികളുണ്ടെന്നും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നും ഔലിയാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുവെന്നും ഇങ്ങനെയുള്ള വികലവാദങ്ങൾക്ക് തെളിവ് പറയാൻ ഈ ഒരു ഹദീസിന്റെ ഭാഗം കൂടി പണ്ഡിതന്മാർ തെളിവായിക്കൊണ്ട് എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് പണ്ഡിതന്മാർ അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ വമാ ജഅൽന, നാം നിശ്ചയിച്ചിട്ടില്ല, ലി ബശരിൻ, ഒരു മനുഷ്യനും, മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്. നബിയോടാണ് ഇത് പറയുന്നത്, നബിയോടാണ് ഈ ആയത്ത് പ്രഥമമായി സംസാരിക്കുന്നത്. അൽ ഖുൽദ്, എന്ത് നൽകിയിട്ടില്ല? അൽ ഖുൽദ്, ശാശ്വതത്വം.
അമരത്വം. അഫ ഇമ്മിത്ത, താങ്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആണോ, ഫഹും, അവരാണോ, അൽ ഖാലിദൂൻ, അവര് ശാശ്വതവാസികളാണോ, താങ്കൾ മരിച്ചു പോവുകയും അവരൊക്കെ ഇവിടെ ബാക്കിയാവും എന്ന തരത്തിലാണല്ലോ അവരുടെ സംസാരം. ഈ അവരുടെ ഭാവത്തെ അല്ലാഹു തആല എടുത്ത് കാണിക്കുകയാണ്. അടുത്തൊരു വചനത്തിൽ അല്ലാഹു തആല മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാവും, കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാവും, ദാഇഖത്തുൽ മൗത്ത്, ദാഇഖത്ത്, രുചിക്കും ആസ്വദിക്കും, അൽ മൗത്ത്, മരണത്തെ ആസ്വദിക്കും. ഇതൊരു അർത്ഥഗർഭമായ ഒരു പ്രയോഗമാണ്, വളരെ പേടിക്കാൻ മാത്രമുള്ള ഒരു പ്രയോഗമാണ്. വനബുലൂക്കും, നാം പരീക്ഷിക്കുന്നതാണ്, ബിശ്ശർരി വൽ ഖൈർ, നന്മ കൊണ്ടും തിന്മ കൊണ്ടും, ഷർറു കൊണ്ടും, വൽ ഖൈർ, നന്മ കൊണ്ടും നാം പരീക്ഷിക്കുന്നതാണ്. വ ഇലൈന ഫിത്ന, ഒരു പരീക്ഷണം, ഒരു ശരിയായ ഒരു പരീക്ഷണം തന്നെ നാം നടത്തുന്നതാണ്. വ ഇലൈന, നമ്മുടെ അടുക്കിലേക്കാണ്, തുർജഊൻ, നിങ്ങൾ എല്ലാവരും മടക്കപ്പെടുന്നത്. ഇവിടെ നോക്കൂ, അല്ലാഹു തആല പറഞ്ഞ പ്രയോഗം, മരണത്തെക്കുറിച്ച് പറഞ്ഞത് ദാഇഖത്ത് എന്നാണ്, ആസ്വദിക്കുമെന്നാണ് പറഞ്ഞത്. ആ പ്രയോഗത്തിൽ തന്നെ മരണത്തിന്റെ ഓരോ ഭാഗവും മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോവുക. ശരീരത്തിൽ നിന്നും റൂഹിനെ അല്ലാഹു തആല തിരിച്ചു പിടിക്കുമ്പോൾ, റൂഹിനെയും ജസദിനെയും രണ്ടാക്കി മാറ്റുമ്പോൾ, മനുഷ്യൻ എല്ലാ നിലക്കും അവന്റെ ശരീരത്തിൽ നിന്നും ആ വേദന അറിയും എന്ന് തന്നെയാണ് ഈ പ്രയോഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ആളുകളും, എല്ലാവർക്കും മരണവേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താ, ഒരു വെണ്ണയിൽ നിന്നും ഒരു നൂലിങ്ങനെ എടുത്ത് മാറ്റുന്നത് പോലെ എന്നാണ്. എങ്കിലും വേദനയുണ്ട് എന്നുള്ള ഒരു മരണവെപ്രാളം മനുഷ്യൻ ഇന്നുവരെ കാണാത്തത് കണ്ടുകൊണ്ട് ഭയവിഹ്വലനായി അങ്ങേയറ്റം വേദന അനുഭവിച്ച് ഇല്ലാത്തൊരവസ്ഥയിലാണ് പല ആളുകളും നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ രക്തം പുറത്തേക്ക് വന്ന്, മൂത്രം പുറത്തേക്ക് വന്ന്, വളരെയധികം കയ്യും കാലും ഉരസി, വളരെയധികം ദാരുണമായ ചില മരണരംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെയധികം വേദനാജനകമായ ഒന്നാണ് മരണം എന്നുള്ളതാണ്. മറ്റൊരു ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞു, ഒരു കൂജയിൽ നിന്നും ഒരു ജലം ഒഴിക്കുന്നത് പോലെ. അതിങ്ങനെ ഒഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് എങ്ങനെയാണോ ഒഴുകിയെത്തുന്നത് അതുപോലെ ഒഴുകി ആ റൂഹിനെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ദുഷ്ടനായ ഒരു മുജ്രിമായ കുറ്റവാളിയുടെ ആത്മാവിനെ റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ അതിശക്തമായ പ്രയോഗമാണ് നടത്തിയത്. ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും ഒരു വലിയ മുള്ളുകൾ കൊണ്ട് അതിൽ വലിച്ചെടുക്കുമ്പോൾ എപ്രകാരമാണോ റൂഹ് പുറത്തേക്ക് വരുന്നത്, അടിച്ചുകൊണ്ടാണ്, വയദ്രിബൂ എന്നാണ് പറഞ്ഞത്. ബാസ്തു ഐദീഹിം വ അർജുലഹും, കാലും കയ്യും അടിച്ച് റൂഹിനെ പുറത്തേക്കെടുക്കും മലക്കുകൾ എന്നതാണ്. വളരെയധികം നമ്മൾ പേടിക്കുകയും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. മരണപ്പെടുന്ന വേളയിൽ, സക്രാത്തിന്റെ വല്ലാത്തൊരവസ്ഥയിൽ മരണവേദനയിൽ നിന്നും ആശ്വാസം നൽകാൻ അള്ളാഹുവിനോട് സ്ഥിരം നിത്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെ ആസ്വദിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ എല്ലാവരും മരിക്കും എന്നുള്ളതാണ്. എല്ലാ ആളുകളും മരിക്കും. മരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, എങ്ങനെ ഒരു മനുഷ്യൻ മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെ ഒരു മനുഷ്യൻ മരിക്കുന്നു, ജീവിതകാലത്ത് അയാൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ഏത് രൂപത്തിലാണ് അയാൾ മരണപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അഅമാൽ ബിഖവാതിമിഹ, ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങളുടെ അവസാനം, പര്യവസാനം അതിനനുസരിച്ചുകൊണ്ടാണ് അയാളുടെ അന്ത്യം, കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന്. അൽ അഅമാൽ ബിഖവാതിമിഹ, അന്ത്യം നോക്കിക്കൊണ്ടാണ്. അപ്പൊ നല്ല മരണം, നല്ല പര്യവസാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നും നൽകുന്ന ഒരു റിവായത്ത് നമുക്ക് കാണാം. അതീം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അടുത്തൊരു ആയത്തിന്റെ ഭാഗം എന്താ, വനബുലൂക്കും, നാം പരീക്ഷിക്കും എന്നുള്ളതാണ്. നാം പരീക്ഷിക്കും, ബിശ്ശർരി വൽ ഖൈർ, തിന്മ കൊണ്ടും
നന്മ കൊണ്ടും പരീക്ഷിക്കും. ഫിത്നത്തൻ, ഒരു പരീക്ഷണം, വ്യക്തമായി മനുഷ്യന്റെ നന്മ തിന്മകളെ വ്യതിരിക്തമാക്കുന്ന, വേർതിരിച്ചു നിർത്തുന്ന ഒരു വ്യക്തമായ പരീക്ഷണം അള്ളാഹു പരീക്ഷിക്കും. ഫത്തന എന്ന വാക്ക്, ഫിത്ന എന്നുള്ളതിന് കുഴപ്പം എന്നർത്ഥമുണ്ട് അല്ലെ. ഫിത്നയുടെ കാലം എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പം എന്നുകൂടി ഫിത്നക്ക് അർത്ഥമുണ്ട്. ഭാഷയിൽ ഫിത്ന എന്ന വാക്ക്, ഫത്തന എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചൂടാക്കിയിട്ട് ഇരുമ്പിൽ നിന്നും മാലിന്യങ്ങളെ മാറ്റി നിർത്തുന്നതിനാണ്. ഇരുമ്പ് ശക്തമായി ചൂടാക്കുമ്പോൾ, സ്വർണം ശക്തമായി ചൂടാക്കുമ്പോൾ സ്വർണത്തിൽ നിന്നും മാലിന്യങ്ങൾ, സ്വർണത്തിന്റെ കൂടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളൊക്കെ വേർതിരിയും, അതൊക്കെ വേറിട്ട് നിൽക്കും. അങ്ങനെ തനി തങ്കവും സ്വർണത്തിൽ നിന്നും മറ്റ് അഴുക്കുകളുമൊക്കെ നീക്കം ചെയ്യുന്നതിന് ഫത്തന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഭാഷയിൽ അതിന്റെ ഒരർത്ഥമുള്ളത്. അപ്പൊ ഇവിടെ അദ്ദേഹം അതിന്റെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം, നബ്ലൂഹും ബിമാ യുഹിബ്ബൂൻ വബിമാ യക്റഹൂൻ. അഥവാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും അള്ളാഹു പരീക്ഷിക്കുക, നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും, അതിലൂടെയും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളാരും രോഗിയായി കിടക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ രോഗം അള്ളാഹുവിന്റെ അതിശക്തമായ ഒരു വലിയ ഒരു പരീക്ഷണമാണെന്നുള്ളത്. കടം നമ്മൾ ആരും ആഗ്രഹിക്കാത്തതാണ്, പക്ഷെ കടത്തിലൂടെ അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിച്ചു. ഇങ്ങനെ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതുമായ കാര്യങ്ങൾ, രണ്ടു നിലക്കുള്ള കാര്യങ്ങളിൽ നിന്നും പരീക്ഷണം ഉണ്ടാവും. ഇപ്പോ മക്കളില്ലാത്ത ആളുകൾ, ആ മക്കളില്ലാത്ത ആളുകൾക്ക് എന്താണ് പരീക്ഷണം? ആ കുട്ടികൾ കൊണ്ടുള്ള ആഗ്രഹമാണ്, കുട്ടികൾ ഉണ്ടാകുന്നതിലേക്കുള്ള ഒരു ആഗ്രഹമാണ്. എന്നാൽ കുട്ടികളെ കൊണ്ടും പരീക്ഷണം ഉണ്ടായിരിക്കും. മക്കളെ നൽകപ്പെട്ട ആളുകൾ, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, എത്ര ആളുകൾ ദുഃഖത്താൽ, മനോഭാരത്താൽ, വ്യസനത്താൽ, മക്കളെ കൊണ്ടുള്ള പ്രയാസം കൊണ്ട്, അവര് ഒരു നല്ല നടപ്പില്ലാത്തതുകൊണ്ട് വേദനിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അപ്പൊ ഇത് അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെ കൊണ്ടും വെറുക്കുന്നതിനെ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ള. പിന്നീട് അദ്ദേഹം പറയാണ്, നഖ്തബിറുഹും ബിദാലിക ലിനൻദുറ കൈഫ ശുക്റുക്കും. എന്തിനാ അള്ളാഹു പരീക്ഷിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശുക്റിനെ പ്രകടമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല പരീക്ഷിക്കുന്നത്. മറ്റൊന്ന് ഫീമാ വകൈഫ സബ്റുഹും ഫീമാ യക്റഹൂൻ. നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് എന്നും പ്രകടമാകാൻ വേണ്ടിയാണ് അള്ളാഹു തആല പരീക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ശുക്ർ, നമ്മുടെ നന്ദി, നമ്മുടെ സബ്ർ, നമ്മൾ വൃത്തികേട് കാണിക്കാതെ ക്ഷമിക്കുന്നുണ്ടോ, ഇത് വെളിപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു തആല പരീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ക്ഷമ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏറ്റവും വലിയ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം അത് ക്ഷമിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു സംഭവം നമുക്ക് വായിക്കാൻ സാധിക്കും. عن مالك عن ابن شهاب عن عطاء بن يزيد الليثي عن أبي سعيد الخدري. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഒരു സംഭവം അദ്ദേഹം പറയാണ്, റസൂലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം പറയും. അദ്ദേഹം പറഞ്ഞത്, സറഹത്നി ഉമ്മി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മ എന്നെ ഭക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഫഅതൈതുഹു ഫഖഅതു. അങ്ങനെ നബിയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു, നബിയുടെ മുമ്പിൽ തന്നെ ഇരുന്നു. ഫസ്തഖ്ബലനി. നബിയുടെ മുമ്പിൽ നബി കാണുക തന്നെ ഞാനിങ്ങനെ വന്നിട്ടുണ്ട് എന്ന് നബി അറിയുന്ന മട്ടിൽ തന്നെ മുമ്പിൽ തന്നെ അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചു. അപ്പൊ ഉമ്മ ഭക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. റസൂലിന്റെ അരികിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക വിതരണം ചെയ്യുന്നുണ്ട്, ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും വാങ്ങാൻ വേണ്ടിയാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത്. ആ സംഭവത്തിൽ നമുക്ക് കാണാം, അന്ന നാസം മിനൽ അൻസാരി സഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഅതാഹും. അങ്ങനെ അൻസാരികളിൽ നിന്നും പാവപ്പെട്ട ഒരുപാട് മനുഷ്യന്മാർ വന്നു. അവരൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ സ്വതക്കയിൽ നിന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊക്കെ കൊടുത്തു. ഫഅഅതാഹും ثم سألوا فأعطاهم. അവർ പിന്നെയും ചോദിച്ചു. ആ വന്നവര് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാറി മാറി പിന്നെയും ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി അവർക്ക് പിന്നെയും കൊടുത്തു. പിന്നെയും ചോദിച്ചു. ആ വന്ന ആളുകൾക്കൊക്കെ റസൂലുള്ളാഹി കൊടുത്തു. ഹത്താ നഫിദ മാ ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ തീർന്നു. ആ തീരുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നൽകി എന്നതാണ്.
പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, മാ യകൂനു ഇൻദി മിൻ ഖൈരിൻ ഫലൻ അദ്ഖിറഹു അൻകും. മാ യകൂനു ഇൻദി മിൻ ഖൈർ, എന്റെ അടുക്കൽ എന്ത് നന്മയുണ്ടായാലും, എന്തൊരു നന്മ എന്റെ അരികിൽ ഉണ്ടായാലും, ഫലൻ അദ്ഖിറഹു, ഞാനത് എടുത്തു വെക്കുകയില്ല, അൻകും, നിങ്ങൾക്ക് തരാതെ ഞാനത് മൂടി വെക്കുകയോ എടുത്തു വെക്കുകയോ ചെയ്യില്ല. പക്ഷേ റസൂലുള്ളാഹി പിന്നെ പറയാം, വമൻ യസ്തഅഫിഫ്, ആരെങ്കിലും പ്രതാപം കാത്തു സൂക്ഷിച്ചാൽ, അള്ളാഹു ഓരോ മനുഷ്യനും നൽകുന്ന ഒരു പ്രതാപമുണ്ട്. ആ പ്രതാപം ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ യുഇഫുല്ലാഹ്, ആ പ്രതാപം ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സഹായിക്കും. ഒരാളുടെ മുമ്പിലേക്കും ഇറങ്ങിച്ചെല്ലാത്ത മട്ടിൽ, ഒരാൾക്ക് മുമ്പിലും അയാളുടെ അഭിമാനത്തെ കുറച്ചു കാട്ടാത്ത മട്ടിൽ ആ പ്രതാപം നിലനിർത്താൻ അള്ളാഹു തആല ഒരു മനുഷ്യൻ, അങ്ങനെ ഉറച്ചൊരു മനുഷ്യനെ അള്ളാഹു തആല എളുപ്പം നൽകും, അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വമൻ യസ്തഗ്നി, ഒരാൾ ധന്യനായി സ്വയം പര്യാപ്തനായി മറ്റൊരാൾക്കും ആശ്രയമില്ലാത്ത രൂപത്തിൽ ഒരാൾ സ്വയം ധന്യത ശീലിച്ചു കഴിഞ്ഞാൽ യുഗ്നിഹില്ല, അള്ളാഹു അയാളെ ധനികനാക്കും, അള്ളാഹു ധന്യനാക്കും. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സഹായിക്കും. പിന്നെയോ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്, ആരെങ്കിലും ക്ഷമ ശീലിച്ചു കഴിഞ്ഞാൽ, ക്ഷമിക്കാൻ ഒരാൾ ശീലിക്കണം, ക്ഷമിക്കാൻ ഒരാൾ തയ്യാറെടുക്കുന്നു, മനസ്സുകൊണ്ട് തീരുമാനിച്ചിറങ്ങുന്നു എങ്കിൽ യുസബ്ബിറുഹുല്ലാഹ്, അള്ളാഹു ക്ഷമിക്കാൻ അയാൾക്ക് അവസരം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇതൊക്കെ അവിടുന്ന് ഇങ്ങനെ പറയാം. അപ്പോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, പിന്നീട് റസൂലുള്ളാഹി അവസാനം പറഞ്ഞത്, വമാ ഉഅതിയ അഹദുൻ, ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല, അതാഅൻ ഹുവ ഖൈർ, ഏറ്റവും അതിമഹത്തായ ഒരു സമ്മാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. ഖൈറും വഅഉസഅ മിന സബ്ർ, സബ്റിനേക്കാളും വിശാലമായ, ക്ഷമയേക്കാളും വിശാലമായ ഒരു നന്മയും ഒരു സമ്മാനവും ഒരു മനുഷ്യനും അല്ലാഹു തആല നൽകിയിട്ടില്ല. ക്ഷമ വലിയ സൗഭാഗ്യമാണ്. ക്ഷമിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചില മനുഷ്യന്മാർക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരവസരമാണ് ക്ഷമ. അപ്പോ ഭക്ഷണം തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് എല്ലാവരും ധൃതിയിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുള്ളത് കൈക്കലാക്കിയപ്പോൾ ഒന്നും കിട്ടാതെ മുമ്പിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ ഇരിക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അവസാനം അനുബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ സഅല വലഹു ഖീമത്തു ഊഖിയ, ഒരാൾക്ക് ഒരു ഊഖിയ സ്വർണമുണ്ടായിട്ട് ആരെങ്കിലും മറ്റൊരാളോട് യാചിച്ചാൽ, ചോദിച്ചാൽ, ഫഖദ് അൽഹഫ, അവന് വളരെയധികം മോശമായി അലട്ടി യാചിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ ഒരു ഊഖിയ എന്ന് പറഞ്ഞാൽ, ഒരു ഊഖിയ സ്വർണം എന്ന് പറഞ്ഞാൽ 40 ദിർഹം, ഇന്നത്തെ കണക്കിൽ ഒരു 200 ഗ്രാം വെള്ളി, 200 ഗ്രാം വെള്ളി. അപ്പോ അദ്ദേഹം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാം, നാഖത്തി അൽ യാഖൂത്ത, എന്റെ ഒട്ടകം, യാഖൂത്തത്ത് എന്നാണ് അതിന്റെ പേര്, അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ട്. ആ യാഖൂത്ത ഖൈറും മിൻ ഊഖിയ, ഒരു ഊഖിയേക്കാളും എത്രയോ മെച്ചപ്പെട്ടതാണ് എന്റെ അരികിലുള്ള എന്റെ ഒട്ടകമായ യാഖൂത്ത. ഫറജഅതു വലം അസ്അൽഹു, അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ തിരിച്ചു നടന്നു, ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കാൻ ഞാൻ നിന്നില്ല. ഒന്നും ചോദിക്കാതെ അദ്ദേഹം അവിടുന്ന് റസൂലിന്റെ അരികിൽ നിന്നും തിരിച്ചു ഉമ്മന്റെ അടുക്കിലേക്ക് തിരിച്ചു പോയി എന്നുള്ളത്. അപ്പോ ഇതിൽ ക്ഷമയുടെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, പണ്ഡിതന്മാർ മറ്റൊരു തെളിവ് കൂടി ഈ ഹദീസിൽ നിന്ന് പറയുന്നത്, ഒരാൾക്ക് പ്രകൃതിയാൽ ക്ഷമയില്ലെങ്കിൽ ക്ഷമിച്ച് ക്ഷമ എന്ന ക്വാളിറ്റി അത് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഒരാൾക്ക് ക്ഷമിച്ച് യതസബ്ബർ എന്നാണ് പറഞ്ഞത്, ക്ഷമ ശീലിച്ച് കഴിഞ്ഞാൽ അള്ളാഹു ക്ഷമിക്കാൻ അനുഗ്രഹം ഉദവി നൽകും എന്നതാണ്. കൂടുതൽ ക്ഷമിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുത്ത് നൽകും എന്നുള്ളതാണ്. ക്ഷമയുടെ പ്രതിഫലമാണ് ഏറ്റവും വലുത്. ക്ഷമയുടെ പ്രതിഫലം എങ്ങനെയാണ്? നമ്മൾ ഒരു ബ്ലാങ്ക് ചെക്ക് ഒരാൾക്ക് കൊടുക്കുന്നത് ഏതുപോലെയാണ്, അതുപോലെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുടെ പ്രതിഫലം കണക്ക് നോക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് പറഞ്ഞു. ക്ഷമയുടെ കൂലിയാണ്. നോമ്പിന്റെ പ്രതിഫലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി കൊണ്ട് പ്രതിഫലത്തെ പറയാതെ ഇരുന്നത് നോമ്പിൽ ക്ഷമ എന്ന അനുഗ്രഹം അടങ്ങിയിട്ടുണ്ട്. നോമ്പിൽ ക്ഷമ എന്ന് പറയുന്ന അതിമഹത്തായ അനുഗ്രഹം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ നോമ്പ് എത്ര കൂടുതലാണോ ക്ഷമയുള്ളത് അത്രയും കൂലി കൂടും. ഒരാളുടെ നോമ്പിൽ ക്ഷമ കുറയുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുകൊണ്ടുള്ള കൂലിയും വ്യത്യാസം വരുമെന്നുള്ളതാണ്. ക്ഷമ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സലാം, നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അതുപോലെ നമസ്കാരം നിർവഹിച്ച് സ്വലാത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിലേക്ക് സഹായം അഭ്യർത്ഥിക്കണമെന്നാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടുമാണ് അല്ലാഹു തആലയോട് അത് ചോദിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ നിസ്കരിച്ചും ക്ഷമിച്ചുമാണ് ചോദിക്കേണ്ടത്. നമ്മുടെ പട്ടിണി ഉണ്ടെങ്കിൽ, കടമുണ്ടെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടുമാണ് അല്ലാഹു തആലയോട് അത് ചോദിക്കേണ്ടത് എന്നതാണ്. ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നു. അബുൽ അബ്ബാസുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് സിയറു അലാമിൻ നുബല പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്ഥിരപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാം. മുഹമ്മദ് ബിൻ ജരീർ അത്തോബിരി, തഫ്സീർ തോബിരി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ പൗരാണികമായ തഫ്സീറുകളിൽ വളരെ റിവായത്തുകൾ, ഉദ്ധരണികൾ കൊണ്ട് വളരെയധികം സമ്പുഷ്ടമായ ഒരു തഫ്സീറാണ് തഫ്സീർ തോബിരി. അദ്ദേഹത്തിന്റെ കർത്താവാണ് മുഹമ്മദ് ബിൻ ജരീർ അത്തോബിരി. അദ്ദേഹം മിസ്റിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്, വലിയ ആലിമ്, കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായ രണ്ടു പണ്ഡിതന്മാർ. അതോടൊപ്പം മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി, അതുപോലെ മുഹമ്മദ് ബിൻ ഹാറൂൻ അർ-റുയാനി, ഈ നാല് പണ്ഡിതന്മാരും മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് അവിടെ എത്തിപ്പെടുകയാണ്. അവിടെ അറിവ് അന്വേഷിച്ചുകൊണ്ടാണ് അവർ എത്തിപ്പെട്ടത്. പക്ഷേ മിസ്റിൽ എത്തിപ്പെട്ടപ്പോൾ അവരുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ തീർന്നു പോവുകയുണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണത്തിന് പോലും ഒരു രൂപ അവരുടെ കയ്യിലില്ലാത്ത മട്ടിൽ അവരുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും പൂർണ്ണമായും കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയധികം അവർ സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടി. അങ്ങനെ അവർ പട്ടിണി കിടക്കാൻ തുടങ്ങി. പട്ടിണി കിടന്ന് അവർ അത്യധികം ദാരുണമായ ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ള. അവരുടെ ശരീരങ്ങൾ വളരെയധികം ശുഷ്കിച്ചു, വളരെയധികം ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. എങ്കിലും ആളുകളോട് കൈനീട്ടുന്നതിൽ, യാചിക്കുന്നതിൽ അവർക്ക് മടി. ഉടമസ്ഥനായ അല്ലാഹു തആലയോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കുന്നതിൽ അങ്ങേയറ്റം അവർ ലജ്ജ കാണിച്ചു. അങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോൾ അവർ താമസിച്ചിരുന്ന ഒരു വീട്ടിൽ, ഒരു സത്രത്തിൽ, ഈ നാലു പണ്ഡിതന്മാരും അവർ പറഞ്ഞു, ആളുകളോട് നമുക്ക് ചോദിക്കാം, ഭക്ഷണം ചോദിക്കാം. അപ്പൊ അവര് പറഞ്ഞു, ആരും ചോദിക്കാൻ തയ്യാറല്ല. ഓരോ ആളുകളും ഒരാളുടെ മുമ്പിലും കൈനീട്ടാൻ തയ്യാറല്ല. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് നറുക്കിടാം. അവർ നറുക്കിടാൻ വേണ്ടി അവർ എല്ലാവരും യോജിച്ചു. ആ നറുക്ക് വീഴുന്ന ആരാണോ അയാൾ മറ്റുള്ള ആളോട് ചോദിച്ച് ഭക്ഷണം വാങ്ങണം എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ അങ്ങനെ നറുക്ക് വീണത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അംഹിലൂനി ഹത്താ തവല്ലഅ വഉസല്ലിയ സ്വലാത്തൽ ഖീറ, നിങ്ങൾ എനിക്കൊരു അല്പസമയം നൽകണം. അങ്ങനെ അദ്ദേഹം വുളൂ ചെയ്തു. അദ്ദേഹം നിസ്കരിക്കുകയാണ്. അവർ അഭയം തേടിയ, അവർ താമസിക്കുന്ന ആ ഗുർഫയിൽ അദ്ദേഹം നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വാതിൽ ഒരാൾ മുട്ടുന്നു, കതകിൽ മുട്ടുന്നു. അവർ വാതിൽ തുറന്നപ്പോൾ അത് ഈജിപ്തിന്റെ ഗവർണറുടെ
അടുക്കൽ നിന്നും വന്ന ഒരു സന്ദേശവാഹകനാണ്, ഒരു ദൂതനാണ്. അദ്ദേഹം ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ് ബിൻ നസ്ർ, ആരാണ് നിങ്ങൾ മുഹമ്മദ് ബിൻ നസ്ർ ആരാണ്? അവർ ചൂണ്ടിക്കാണിച്ചു, ഈ വ്യക്തിയാണ്, ഹുവദ, ഇദ്ദേഹമാണ്, ഈ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഒരു സുറത്ത്, ഒരു സ്വർണ്ണ നാണയത്തിന്റെ, അതിൽ 50 ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയിരുന്നു എന്നതാണ്. 50 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു സുറത്ത്, ഒരു കിഴി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. വന്ന ആഗതൻ വീണ്ടും ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ് ബിൻ ജരീർ, മുഹമ്മദ് ബിൻ ജരീർ ആരാണ്? സ്വാഭാവികമായും ഇവര് അന്യനാട്ടുകാരാണ്, മറ്റു വിദൂര ദിക്കുകളിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്, നൈസാബൂറിൽ നിന്നും ഒക്കെയാണ് അവർ വന്നിട്ടുള്ളത്. ആരാണ് മുഹമ്മദ് ബിൻ ജരീർ? മുഹമ്മദ് ബിൻ ജരീർ ആരാണ്? അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിനും സമാനമായ രൂപത്തിൽ വന്ന ആഗതൻ നൽകുകയുണ്ടായി. പിന്നീട് വന്ന വ്യക്തി ചോദിച്ചത്, അയ്യുക്കും, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ? മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? അവർ പറഞ്ഞു, അദ്ദേഹമാണ് ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും അതുപോലെ അവർക്ക് ലഭിച്ചതുപോലെ നൽകി, എല്ലാ വ്യക്തികൾക്കും അതുപോലെ നൽകി എന്നുള്ളതാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞ ഒരു വാക്ക്, ഇന്നൽ അമീറ കാന നാഇമൻ ബിൽ അംസ് ഫറഅ ഫിൽ മനാമി ഖയാലൻ. അവരാ രാത്രി കഴിച്ചുകൂട്ടിയത് വിശന്നുകൊണ്ടാണ്. പകൽ നേരം പുലർന്നപ്പോൾ ഒരു ദൂതൻ വന്ന് പറയാണ്, ഇന്നലെ രാത്രി ഗവർണർ അമീർ ഒരു സ്വപ്ന ദർശനം ഉണ്ടായിരിക്കുന്നു. ആ സ്വപ്ന ദർശനത്തിൽ അദ്ദേഹത്തോട് പറയപ്പെട്ടിരിക്കുന്നത്, ഇന്നൽ മഹാമിദ തുഔ കശുഹുഹും ജിയാഅൻ. ഇതാ മുഹമ്മദുമാർ വളരെയധികം പ്രയാസപ്പെട്ട് മുഹമ്മദുമാർ ചുക്കിച്ചുളിഞ്ഞ് അവശരായി വിശന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് സ്വപ്നത്തിൽ പറയപ്പെട്ടു എന്നുള്ളതാണ്. ഒരു വിളിയാളം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കേൾക്കപ്പെട്ടു. അങ്ങനെ അന്വേഷിച്ചിറങ്ങിയതാണ് എവിടെയാണ് മുഹമ്മദുമാർ ഉള്ളത്. അവിടെ അങ്ങനെയാണ് 4 പണ്ഡിതന്മാർ അടങ്ങുന്ന ഒരു സംഘം ഇവിടെ വിദൂര ദേശത്ത് നിന്ന് വന്നിട്ടുണ്ടെന്നും ഈ 4 പേരാണ്, ഈ പേരുകളടങ്ങിയ 4 പേരാണ് എന്നൊക്കെ അന്വേഷിച്ച് ഗവർണറുടെ ആളുകൾ അന്വേഷിച്ചിറങ്ങിയാണ് അവസാനം ഇവരിലേക്ക് എത്തിപ്പെട്ടത് എന്നതാണ്. ഇവിടെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, വഉഖ്സിമു അലൈക്കും ഇദാ നഫദത് ഫബഅതു ഇലയ്യ അഹദകും വഅഖ്സമ അലൈക്കും ഇദാ നഫദത് ഫബഅതു ഇലയ്യ അഹദകും. അമീർ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ നൽകപ്പെട്ട പണം അത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ അങ്ങോട്ട് അയക്കണം എന്ന് അമീർ തീർത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി വന്ന ആഗതൻ അവരോട് പറയുകയുണ്ടായി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വിശുദ്ധ ഖുർആന്റെ ഈ ഒരു അധ്യായം, വസ്തഈനു, നിങ്ങൾ സഹായം ചോദിക്കുക, ബിസ്സബ്രി വസ്സലാത്ത്, നിസ്കാരം മുറ പോലെ നിർവഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ സഹായങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞ ഈ ഒരു ആയത്തിന്റെ തനിയാവർത്തനം നേർക്കുനേരെയുള്ള ഒരു നേർചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ കൈമുതലാക്കിയ അടിമകളോട് ഒരു നിലക്കും ഒരു കാര്യവും ചോദിക്കാത്ത രൂപത്തിൽ, ഒരു ഒട്ടകത്തിന്റെ മുകളിൽ പ്രയാസപൂർവ്വം കയറി ഇരുന്നു കഴിഞ്ഞാൽ താഴേക്ക് ഒരു വസ്തു വീണാൽ പോലും വീണ്ടും അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി അത്ര പോലും ഒരാളോടും ചോദിക്കാതെ ചോദിക്കുന്നതെല്ലാം അള്ളാഹുവിനോട്, അത് എന്ത് ദുനിയാവിന്റെ ചെറിയ വിഷയമായിരുന്നാൽ പോലും ഒക്കെയും അള്ളാഹുവിനോട് ചോദിക്കുന്നതായിരുന്നു. റസൂൽ പറഞ്ഞല്ലോ, ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ, ആ വാറ് പൊട്ടിയാൽ പോലും ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന്. അങ്ങനെ ശീലമാക്കിയ സ്വഹാബിമാരെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചവരാണ് ഈ പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാ തേട്ടങ്ങളും ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിനോട് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഈ ലോകത്ത് കടന്നു വരുമ്പോൾ അതിനെ ഏതു നിലക്ക് പ്രയാസങ്ങൾ വന്നാണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു പ്രയാസം, ഒരു ദുരിതം ബാധിച്ചവനെ കണ്ടാൽ, ഒരു രോഗിയെ കണ്ടാൽ, റസൂലുള്ളാഹി അങ്ങനെയാണ് പറഞ്ഞത്, ഒരു രോഗിയെ, ഒരു രോഗബാധിതനായി കണ്ടാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹി ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ
കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. എന്താണ് ആ ഒരു ദുആഇന്റെ അർത്ഥം? എന്താ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. അല്ലദീ അഅഫാനി മിമ്മ ബത്തലാക ബിഹി, ഈ മനുഷ്യനെ, നിന്നെ പരീക്ഷിച്ച, അള്ളാഹു പരീക്ഷിച്ച ഈ രോഗത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹ്ക്കാണ് സർവസ്തുതിയും. മറ്റനേകായിരം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠനാക്കുകയും ചെയ്തു എന്ന അനുഗ്രഹത്തെ ഓർക്കുകയും എടുത്തു പറയുകയും ഹംദ് പറയുകയും ചെയ്ത് ദുആ ചെയ്തവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞത് ലം യുസ്ബുഹു ദാലിക്കൽ ബലാ, ആ പരീക്ഷണം അയാൾ കണ്ട ആ പരീക്ഷണം ഈ വ്യക്തിയെ ഏൽക്കുകയില്ല എന്ന്. നമ്മൾ ഏറെ പേടിക്കുന്ന എന്ത് അസുഖങ്ങളായിരുന്നാലും അങ്ങനെ കണ്ടൊരു വ്യക്തിയെ, ഒരു ക്യാൻസർ രോഗിയെ നമ്മൾ കണ്ടു, ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ ക്യാൻസർ നമ്മളെ ബാധിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഏത് അസുഖബാധിതനായ വ്യക്തിയെ കണ്ടാലും ആ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവണ്ണമുള്ള ദുആ ആണ്, മനസ്സിന്റെ തേട്ടമാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ ആ വലിയ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തആലയുടെ അടുക്കൽ നിന്നുണ്ടാവും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും സാധിച്ച് അങ്ങനെ കരകയറി പോകുന്ന ആളുകൾക്ക് മാത്രമേ സ്വർഗ്ഗലോകത്ത് എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബ്തലീകും ബിശ്ശിദ്ദത്തി വൽറഖാ, നിങ്ങൾക്ക് കഠോരമായ പ്രയാസങ്ങൾ അല്ലാഹു തരും. വൽറഖാ, സമ്പൽ സമൃദ്ധി തരും. വസ്സിഹ, നല്ല ആരോഗ്യം തരും. കുറച്ചു കാലമായിട്ട് ഒരു രോഗവും വരാതെ വളരെയധികം ആരോഗ്യം അല്ലാഹു നൽകും. വസ്സഖം, ചില ആളുകൾക്ക് രോഗവും അല്ലാഹു തരും. വൽഗിന വൽഫഖർ, ധന്യത, സമ്പത്ത് ധാരാളം, ആധിക്യം അല്ലാഹു നൽകും. വൽഫഖർ, ഒന്നുമില്ലാത്ത അവസ്ഥ, വളരെയധികം പ്രയാസമുണ്ടാക്കുന്നത് കൊടിയ ദാരിദ്ര്യം അല്ലാഹു നൽകും. ഇതൊന്നും അല്ലാഹ്ക്ക് ദേഷ്യമുള്ളത് കൊണ്ടല്ല, ഇതൊന്നും ആ അടിമയെ അല്ലാഹു വെറുക്കുന്നത് കൊണ്ടോ ദേഷ്യപ്പെടുന്നത് കൊണ്ടോ ഒന്നുമല്ല. വൽ ഹലാൽ വൽ ഹറാം, ഹലാൽ ഹറാമുകളും പരീക്ഷണമാണ്. അതൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടും. ഹറാമ് മുമ്പിൽ എത്തിപ്പെടും, ചെയ്യാൻ എളുപ്പം നൽകും, പക്ഷേ അത് ചെയ്യാതിരിക്കണം. ഹലാൽ ഹറാമുകൾ, വത്വാഅതി വൽ മഅസിയ, നന്മകളും അനുസരണങ്ങളും അനുസരണക്കേടിനുമുള്ള അവസരങ്ങൾ, നിസ്കാരങ്ങൾ, നന്മ തിന്മകൾ ഒക്കെ ചെയ്യുവാനുള്ള അവസരങ്ങൾ മുമ്പിൽ വരും. ഇതൊക്കെയും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. ആ ഖൈറും ഷർറും അള്ളാഹു വെച്ചുകൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞതിന്റെ സാരം എന്ന് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല വഇലൈനാ തുർജഊൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിച്ചത്. എന്തൊക്കെയായിരുന്നാലും അള്ളാഹുവിലേക്ക് ഒരു നാൾ അടിമകളൊക്കെയും മടക്കപ്പെടും എന്ന് അള്ളാഹു തീർത്തു പറയുന്നു. ആ മടക്കപ്പെടുന്ന ഘട്ടത്തിൽ സമാധാനപൂർവ്വം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എതിരേൽക്കണമെങ്കിൽ കറകളഞ്ഞ വിശ്വാസവും ആ വിശ്വാസത്തിന്റെ ശുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അതുള്ള വ്യക്തിക്ക് മാത്രമേ സമാധാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് കണ്ണടച്ച് മടങ്ങാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഫാറത്തുൽ മജ്ലിസ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.